ക്ലാസ് 7 കേരള ആനുവൽ എക്സാം 2025 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഗിവൺ തിങ്സ് യൂസിങ് ദ ക്രൈറ്റീരിയ. ഒന്ന് ഷൂ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഹിബിസ്കസ് ആണ് കേട്ടോ, ചെമ്പരത്തി. ടർമറിക് മഞ്ഞൾ, ബീട്രൂട്ട്. പിന്നെ മീഥൈൽ ഓറഞ്ച്, ഫിനോൾഫ്തലീൻ. ഇതിനെ തരംതിരിച്ചെഴുതുക എന്നാണ്. അതായത് ചെമ്പരത്തിപ്പൂവ്, ഇതിൽ പതിമുഖം, മലയാളം മീഡിയത്തിൽ പതിമുഖം കൂടിയുണ്ട്. മഞ്ഞൾ, ബീട്രൂട്ട്, ഫിനോൾഫ്തലീൻ, മീഥൈൽ ഓറഞ്ച്. തന്നിരിക്കുന്ന വസ്തുക്കളെ മാനദണ്ഡം ഉപയോഗിച്ച് തരംതിരിക്കുക. ഉത്തരം ഷൂ ഫ്ലവർ, അതായത് ഹിബിസ്കസ് ചെമ്പരത്തി, ടർമറിക് മഞ്ഞൾ, ബീട്രൂട്ട്. ഇവ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സാണ്, പ്രകൃതിദത്ത സൂചകങ്ങൾ. നാച്ചുറലായിട്ട് നൈസർഗികമായിട്ടുള്ളതാണ്. രണ്ടാമത്തെ മീഥൈൽ ഓറഞ്ചും ഫിനോൾഫ്തലീനും ലാബറട്ടറി ഇൻഡിക്കേറ്റേഴ്സ്, ലാബിൽ ഉപയോഗിക്കുന്നതാണ്, ലാബറട്ടറി സൂചകങ്ങൾ. ഇനി ബി ക്വസ്റ്റ്യൻ, ഡസ് എനി കളർ ചേഞ്ച് ഒക്കർ വെൻ ലെമൺ ജ്യൂസ് ഈസ് ആഡഡ് ടു. എന്തെങ്കിലും കളർ ചേഞ്ച് വരുമോ ഈ നാരങ്ങ നീര് ഈസ് ആഡഡ് ടു പേപ്പർ റാപ്ഡ് വിത്ത് ഷൂ ഫ്ലവർ. ഷൂ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂവ് ഉരച്ച കടലാസിൽ നാരങ്ങ നീര് ചേർത്താൽ എന്തെങ്കിലും സംഭവിക്കുമോ? യെസ്. ആൻസർ, എക്സ്പ്ലെയിൻ ദ സയൻറ്റിഫിക് റീസൺ ഫോർ ദിസ്. അതായത് ചെമ്പരത്തിപ്പൂ ഉരച്ച പേപ്പറിൽ നാരങ്ങ നീര് ചേർക്കുമ്പോൾ വർണ്ണപരിവർത്തനം, കളർ ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ? ഉണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ കാരണം വിശദമാക്കുക. അതായത് ചെമ്പരത്തിപ്പൂ ഉരച്ച പേപ്പറിൽ when lemon juice added to paper wrapped with shoe flower, hibiscus flower, the paper turns red. ചുവന്ന കളറാവും പേപ്പർ. കാരണം എന്താ? ഈ നാരങ്ങ നീരിലുള്ള സിട്രിക് ആസിഡ് നീല ലിറ്റ്മസിനെ റെഡാക്കും, ചുവപ്പാക്കി മാറ്റും. അതുകൊണ്ടാണ് പേപ്പറിന് റെഡ് കളറാകുന്നത്.